അപ്പോൾ എല്ലാവർക്കും F3 വ്ളോഗ്സിൻ്റെ പെഹൽഗം വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 4th ഡേ ഞങ്ങളുടെ ഫസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്നത് ആപ്പിൾ ഫാം ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ആപ്പിൾ ഫാമിൽ ആപ്പിൾ ഹാർവെസ്റ്റിങ്ങോ അല്ലെങ്കിൽ ആ സീസൺ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ തന്നെ ഒരു നവംബർ ഡിസംബർ ആ ഒരു ടൈം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആപ്പിൾസ് ഒന്നും അങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതായിട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി കുറച്ചൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത്യാവശ്യത്തിന് ആപ്പിൾസ് ഒക്കെ കാണാൻ പറ്റി. അവിടുന്ന് നേരെ ഞങ്ങളെ യാത്ര തിരിച്ചത് 2 ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു. അതിലൊന്ന് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അരു വാലി, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തിരുന്നത് ബെത്താബ് വാലി ആയിരുന്നു. നമുക്കവിടെ ചെന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ മേലെ ഫുൾ മൗണ്ടെയിൻ കയറുക എന്നുള്ളതായിരുന്നു. കശ്മീരി ആൾക്കാർ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടാവും. പക്ഷേ ഈ ഒരു യാത്ര ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാ ഹോഴ്സിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ചെറിയ വരമ്പത്ത് കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേടിച്ചു എന്ന് നമ്മൾ കരുതുന്ന ഒരു തരം ജേണി ആയിരുന്നു അരു വാലിയിലെ ജേണി. അതായത് വളരെ താഴത്തെ പോയിന്റിൽ നിന്ന് ഒരു മൗണ്ടെയിൻ ഫുള്ള് നമ്മളൊരു ഹോഴ്സിനെ വെച്ച് ഫുള്ള് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെറിയൊരു ഫ്രണ്ടിൽ കാണുന്ന ഒരു വരമ്പ് എന്നൊക്കെ പറയുന്ന അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിരകൾക്കും തെറ്റാമല്ലോ. അപ്പോൾ എങ്ങാനും അവരുടെ കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങൾ താഴോട്ടെത്തും. അപ്പോൾ ആ ഒരു ഫിയർ എപ്പോഴും ആ ത്രൂ ഔട്ട് ജേണിയിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഭയങ്കര ഗൈഡ് ഭയങ്കര കൂളായിരുന്നു. കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും നമുക്കുള്ളിലൊരു ഫിയർ. ആ ഒരു പോയിന്റ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോയിൻ്റാണ് അരു വാലി പോയിന്റ്. അവിടെ വരെയാണ് നമുക്ക് ട്രാവൽ. അത് കഴിഞ്ഞാൽ ഒരു വലിയൊരു മൈതാനമാണ്. അവിടെ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ മൈതാനത്ത് പോയി ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഫിയറോടുകൂടിയായിരുന്നു ഈ അരു വാലിയിൽ എത്തിയത്. അരു വാലിയിൽ എത്തിയതിന് ശേഷം ആ ഒരു പോയിന്റ് കഴിഞ്ഞ് കാണുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഫുള്ളൊരു മൈതാനം തന്നെയായിരുന്നു. ഒരു മൈതാനം, നമുക്ക് ഫോട്ടോസ് എടുക്കാം. ലാസ്റ്റ് അവരൊരു പാർക്ക് ബെഞ്ച് പോലത്തെയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ആ ഒരു വൈബ് തന്നെയായിരുന്നു ഫുള്ള് ആ ഒരു മൈതാനം അരു വാലി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു അഡ്വഞ്ചറസ്, കുറച്ചൊരു ഫിയറും കൂടി ഉള്ളൊരു ട്രാവൽ ആയതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും അവിടെ താഴത്ത് ബേസ്മെൻറ്റിൽ തന്നെ അവിടെ ഒരു വില്ലേജ് ഏരിയ പോലെ ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായി. അവിടെ തന്നെ റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ പോയിരുന്നത് ബെത്താബ് വാലിയാണ്. അപ്പോൾ അച്ഛനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഓൺ വൈബിലായിരുന്നു അച്ഛൻ. ഈ കാണുന്ന ഒരു ഏരിയയുടെ പുറത്ത് തന്നെ അവർ ഒരുപാട് സ്നാക്സും ടീ, കോഫി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് എൻ്റർ ആയത്. കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാം. ബെത്താബ് വാലി വിസിറ്റ് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകാമെന്നുള്ളൊരു എയിമോടുകൂടെ തന്നെയാണ് ഇന്നത്തെ ലാസ്റ്റ് ഡേ ഓഫ് കശ്മീർ അല്ലെങ്കിൽ നമ്മളുടെ പെഹൽഗം ഞങ്ങൾ എൻഡ് ചെയ്തത്. അപ്പോൾ ഇത്രയും ദിവസത്തെ കാശ്മീർ വ്ളോഗ്സ് ഇന്നത്തോടുകൂടി തീരെയാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം. ഞങ്ങളവിടെ പോയി ഈ ഒരു 4 days നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ലിമിറ്റഡ് ഫോട്ടോസൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര സാഡാണ്, ഇനി ഒരു കാശ്മീർ വ്ളോഗ് ഇല്ല. പക്ഷേ പുതിയൊരു വ്ളോഗ്, പുതിയൊരു പ്ലേസ്, എന്തും ആവാം. സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അടുത്ത F3 വ്ളോഗ്സിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും F3 വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ.